ഓക്കെ, ആസ് യൂഷ്വൽ ഗേറ്റ് അടച്ചേക്കാണ്. സോ നമുക്ക് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ തിരിക്കാം. താന്നി വർക്കല സൈഡിലോട്ടാണ് നമ്മളിപ്പോൾ ആക്ച്വലി സൈക്കിൾ ചവിട്ടാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ IREL ആണ്, റിസർച്ച് സെൻ്റർ ആണ് കൊല്ലത്തെ. ലെഫ്റ്റ് സൈഡിൽ കണ്ടോന്നറിയില്ല. TPS ഡൽഹി പബ്ലിക് സ്കൂളാണ് കാണുന്നത് ഈ റൈറ്റ് സൈഡിൽ. അതെ, നെക്കിൻ്റെ ഗാർഡൻ ബോർഡൊക്കെ കാണുന്നുണ്ടോ? വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മുടെ ഈ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്ന അങ്ങനത്തെ ആ ബോർഡിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നല്ല ത്രോ ഉണ്ട് കേട്ടോ ഈ ലൈറ്റിന്. ഞാനിത് ഡെക്കത്ലോന്ന് മേടിച്ചാണ്. ഇതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമ്മൾ കൊല്ലം ക്യാമ്പിൻ്റെ അടുത്തുള്ള ബ്രിഡ്ജാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതാണ്ടിപ്പം SM കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ പയ്യെ സൈക്കിൾ ഓടിച്ച് പോവാണ്. നമുക്കിവിടുന്ന് കോളേജ് ജംഗ്ഷൻ, അവിടുന്ന് നേരെ പോളത്തോട്, മാടത്തറ അങ്ങനെ ചവിട്ടി പോവാം. ഞാൻ ആക്ച്വലി വിചാരിച്ചു നമുക്ക് ഇവിടുന്ന് കടപ്പാക്കട വരെ പോയി അവിടുന്ന് നേരെ പോയി ബൈപ്പാസ് ജോയിൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ വേണ്ട, നമ്മളതാണ്ടേ ഇപ്പം പോളയത്തോടെത്തി. ഓക്കെ, നമ്മളങ്ങനെ മാടത്തറ എത്തി. ഇവിടുന്ന് റൈറ്റ് പോകുന്നതാണ് എൻ്റെ വീട്. ഓക്കെ, നമ്മൾ താണ്ട് ഇപ്പോൾ ഏകദേശം പള്ളിമുക്കായി. നിങ്ങളിപ്പോൾ നേരെ കാണുന്നത് യൂനിസ് എഞ്ചിനീയറിംഗ് കോളേജാണ്. കൊല്ലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ്. നമ്മൾ ആ ട്രാഫിക്കിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തൊരു സമാധാനം. സ്വസ്ഥമായിട്ട് ഇതിലൊക്കെ ചവിട്ടാൻ പറ്റുന്നുണ്ട്. മറ്റേ ഭയങ്കര ട്രാഫിക്, പൊടിയും ബഹളവും. കടകളെല്ലാം ഓരോന്ന് പറഞ്ഞിട്ട് തുറന്നു വരുന്നു. ഇവിടെ ആക്ച്വലി പോകുന്ന വഴിക്ക് നല്ലൊരു ചായക്കടയുണ്ട്. പ്രോബ്ലി നമുക്ക് അവിടെ പോയി ഒരു ചായയും കുടിച്ച് നമുക്ക് ഫൈസൽ പ്രോ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഡോക്ടർ ഫൈസലും എത്തിയിട്ടുണ്ട്. ഫൈസൽ പ്രോ ആയിട്ട് നമുക്ക് നേരെ ഹൈവേ പിടിച്ച് നമുക്ക് കുറച്ച് ഹൈവേ ഒക്കെ ചവിട്ടി അവിടുന്ന് നേരെ വർക്കലയ്ക്ക് പോവാം. നമ്മളങ്ങനെ ചെറിയൊരു ഡീറ്റോർ എടുത്തു. കാര്യം അവിടുന്ന് ആ പൊടിയും ട്രാഫിക്കും ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് പോയിട്ട് നമുക്ക് ബൈപ്പാസ് കയറാം. നമ്മൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ നേരെ തട്ടാമല ആ ഭാഗത്ത് നമ്മൾ കയറണം. യെസ്, നമ്മൾ കണ്ട തട്ടാമല എത്തി. തട്ടാമലയിൽ നമ്മൾ നേരെ ബൈപ്പാസ് എടുക്കുകയാണ്. ബൈപ്പാസ് എടുത്ത് നമുക്ക് നേരെ കുറച്ച് ഹൈവേ ഒക്കെ പിടിക്കാം. നമ്മളിപ്പം മേവറോ എത്തി. ഇനി അവിടുന്ന് പയ്യെ നമുക്ക് ആ ബൈപ്പാസിലോട്ട് കയറാം. അപ്പോൾ ഇവിടെയൊക്കെയാണ് ആക്ച്വലി ഒരു റോഡ് ബൈക്ക് ഉള്ളതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് മനസ്സിലാവുന്നത്. എൻ്റെ റോഡ് ബൈക്കല്ല, എൻ്റെ ഗ്രാവൽ ബൈക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാവൽ ബൈക്കിലൊക്കെ വളരെ എൻഡ്യൂറൻസ് ഒക്കെ ചവിട്ടി പോകുന്ന ആൾക്കാർ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് നടക്കാത്തൊരു കാര്യമാണ്. സോ ഞാൻ വളരെ മെല്ലെ ഒരു മീഡിയം പേസ് വെച്ച് ചവിട്ടുന്നുള്ളൂ. ഞാനിപ്പോൾ ഈ ബൈക്ക് മേടിച്ചിട്ട് അധികം കാലം ആയില്ല. എൻ്റെ റോഡ് ബൈക്കായിരുന്നു ആദ്യം ഇരുന്നത്. അപ്പോൾ ഞാൻ ഗ്രാവൽ ചവിട്ടി തുടങ്ങുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇനിഷ്യലി. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഞാൻ ആ സൈക്കിൾ ചവിട്ടി കുറേ കൂടെ അത് ബ്രേക്കിനായി. ഹൈവേയിൽ ഇതുവരെ എനിക്കതുപോലെ അത്രയും പേസ് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല. നമ്മളങ്ങനെ ഹൈവേ കയറിയിരിക്കുന്നുണ്ട്. ഇത്തിക്കര കഴിഞ്ഞ് ചാത്തന്നൂർ എത്തുന്നതിന് മുന്നേ ഉള്ള റൈറ്റ് എടുത്താണ് ഇപ്പം വർക്കലയ്ക്ക് പോകുന്നത്. നമ്മളിവിടെ എക്സാക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാത്തന്നൂർ KSRTC സ്റ്റാൻഡില്ലേ, അവിടുന്ന് നമ്മൾ നേരെ പോവാണ് വർക്കല സൈഡിലോട്ട്. ആക്ച്വലി ഈ വഴി നല്ല രസമുണ്ട്. പറയത്തില്ലല്ലേ ഇത്രയും അടുത്താണ് ഹൈവേ എന്ന്. നല്ല സത്യം, നല്ല സമാധാനം, മരങ്ങളും പൊടിയില്ല, വെള്ളമില്ല. അയ്യ, ആക്ച്വലി നല്ല വഴിയില്ലേ ബ്രോ, നല്ല സുന്ദരം വഴി, നല്ല വയലും. ആഹാ, നല്ല
നല്ല മഴക്കാലത്തൊക്കെ ഇവിടെ വേറൊരു വൈബായിരിക്കും. നല്ല രസമുണ്ട്, നല്ല മരങ്ങളും ഒരു 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 പ്രത്യേക അറ്റ്മോസ്ഫിയർ ആക്ച്വലി ഇൻസെക്ട്സിൻ്റെ ഒക്കെ ചിലപ്പം. അത്യാവശ്യം നല്ല കയറ്റമാണ്. അയ്യാ, ആക്ച്വലി നല്ല കയറ്റമായിരുന്നു അതില്ലേ. അത്യാവശ്യം നല്ല കയറ്റമൊക്കെ കയറി. അപ്പോൾ ക്ലൈമറ്റ് അത്യാവശ്യം തണുത്ത് കിടക്കുന്നതാണ് നമ്മളിപ്പോഴും പോകുന്നത്. കാരണം ഇപ്പം തന്നെ എക്സോസ്റ്റഡ് ആയനെ. ആഹാ, നമ്മൾ ഓൾമോസ്റ്റ് വർക്കിലാവുന്നു. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല നല്ല റൂട്ടാണ് അത്. വീഡിയോ കൂടെ എത്രത്തോളം അത് നിങ്ങൾക്ക് ജസ്റ്റിസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, പക്ഷേ നല്ല എക്സ്പീരിയൻസ്. ഓക്കെ, വെൽക്കം ടു ഗ്രാവൽ റോഡ്സ്. 50 മീറ്റർ ഗ്രാവൽ. 50 മീറ്റർ ഗ്രാവലുണ്ട്. കുറച്ച് ഈ ക്യാമറ ഒന്ന് പോകാതിരുന്നാൽ മതി. ഇവിടെയൊക്കെയാണ് ആക്ച്വലി ഗ്രാവൽ ബൈക്കിൻ്റെ ഒരു എർഗണോമിക്സും ഒരു കംഫർട്ടും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊരു വലിയ ഫീൽഡാണ് ആക്ച്വലി. റൈറ്റിലോട്ട് ഇതിൻ്റെ ഈ വ്യൂവും കൂടെ ഒന്ന് കണ്ടു കളയാം. നമ്മളെ ഏകദേശം ഒരു വർക്കിൽ നിന്നൊരു 7 കിലോമീറ്റർ ഇപ്പുറമാണ്. ഓക്കെ, ഈ സ്ഥലത്തിൻ്റെ പേര് കൊച്ചു പാരിപ്പള്ളി എന്നാണ്. കൊച്ചു പാരിപ്പള്ളി, ലെഫ്റ്റ് പോയ പാരിപ്പള്ളി, നേരെ വർക്കല. ഇതിനിടയ്ക്ക് ആക്ച്വലി എൻ്റെ ബാക്ക് വീല് നല്ലപോലെ കാറ്റ് പോയി. എൻ്റെ പ്രസ്റ്റ വാൽവ് കുറച്ച് തുറന്നിരുന്നതാണ്. ഞാൻ എയർ എസ്കേപ്പായിട്ട് ഒരു പമ്പിൽ പോയി എയറൊക്കെ ഫില്ല് ചെയ്തു. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഓക്കെ, നമ്മളൊരു പോയിന്റ് എത്തിയിട്ട് നമുക്ക് ഈ വ്യൂ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ എല്ലാം വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആക്ച്വലി ഈ ഗ്രാവൽ ബൈക്കിനെ തൊഴുതു പോകുന്നത്. ഗ്രാവലോ MTBയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഉള്ള റോഡ്സിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ട്രാവൽ ചെയ്ത് കാണാം. ഓക്കെ, നമ്മൾ ഈ ഒരു സ്ഥലം ക്ലൈംബ് ചെയ്യാണ്. ലെറ്റ്സ് സീ. വീണ്ടും നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല സൂപ്പർ ടെറൈൻ, നല്ല ഉഗ്ര സ്ഥലമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ബൈക്കിലാണെങ്കിലും നിങ്ങൾ സൈക്കിൾസിലാണെങ്കിലും എങ്ങനെയായാലും നിങ്ങൾ ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാര്യം അസാധ്യ വ്യൂവും ഒരു നമ്മൾ എന്താ പറയുന്നത്, വേറെ സ്ഥലത്ത് പോയി നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ്. ഫൈനലി നമ്മുടെ കാപ്പിലെത്തി. കാപ്പിൽ പാലമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സർഫിങ് ചെയ്യാം, നിങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാം, സ്പീഡ് ബോട്ടിങ് ചെയ്യാം,
അത്യാവശ്യം നിങ്ങൾക്ക് സൈറ്റ്സ് ഒക്കെ കാണാം. നല്ലൊരു ലൊക്കേഷനാണിത്. ഇപ്പോൾ നല്ലപോലെ ബൂമായി വരുന്നുണ്ട്. വളരെയധികം പൊട്ടൻഷ്യലുള്ള സ്ഥലം. നമ്മളുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇതൊക്കെ കണ്ട് ഇവിടെയൊക്കെ നല്ല സ്ട്രക്ചർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗംഭീരമായ ലൊക്കേഷൻ ആയിരിക്കും ഇത്. ഇതൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന കായലും ലെഫ്റ്റ് സൈഡിൽ കടലുമാണ്. ഒരു ചെറിയൊരു ഡീറ്റോറാണ്. കാപ്പിൽ എൻഡ് ചെയ്യുന്നിടത്തു നിന്ന് ഒരു ലെഫ്റ്റിലോട്ട് ഒരു വഴി കിടപ്പുണ്ട്. നിങ്ങൾ അതെടുത്ത് കയറുന്ന വഴിയാണിത്. അവിടെ 2 മാൽനോയ്സിനെ കൊണ്ട് ബീച്ചിൽ കുളിക്കാനും നടത്തിക്കാനും ഒക്കെ ആയിട്ട് 2 പേരുണ്ട്. ബോട്ടും സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമല്ലേ? ആഹാ, രസമുണ്ട്. ഫൈനലി നമ്മൾ കാപ്പിലും താന്നിയും കണക്ട് ചെയ്യുന്ന റോഡെത്തി. വളരെ നല്ല റൈഡായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ല പോലെ തന്നെ അവിടെയൊക്കെ ചവിട്ടാൻ പറ്റി. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ പരവൂർ പോകും. ലെഫ്റ്റ് എടുത്താണ് നമ്മൾ താന്നി ഇരവൂരം ഒക്കെ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ കണ്ട ഇവിടെയാണ് ഈ പുഴയും കടലും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലം. ഇവിടെ വന്ന് ആൾക്കാർ ചൂണ്ടയിടുന്നതൊക്കെ കാണാം. നമ്മൾ നേരെ ചെന്ന് ഇറങ്ങുന്നത് എന്ന് പറയുന്നത് നമ്മൾ മാടന്നടയിൽ നിന്ന് ഇരവിപുരം, മാടന്നടയിൽ നിന്ന് ഇരവിപുരത്തോട്ട് പോകുന്ന റോഡാണ്. നമ്മളിവിടുന്ന് റൈറ്റ് എടുത്ത് റെയിൽവേ ഗേറ്റിനടുത്താണ് എൻ്റെ വീട്. നമ്മളിന്ന് ചാത്തന്നൂരിനിപ്പുറം കട്ട് ചെയ്ത് വർക്കല പോയി ഇടവ കാപ്പിൽ. ആക്ച്വലി വളരെ വേർത്തായിരുന്നു ഈ റൈഡ്. ഇതാണ്ട് ഇപ്പം ഈ നമ്മൾ വീടെത്താറായപ്പോഴത്തേക്കാണ് വെയിൽ കുറച്ച് ഒന്ന് ഇൻറ്റൻസായി തുടങ്ങിയത്. അതുവരെ നല്ല വെതറായിരുന്നു. എന്തായാലും അടിപൊളി റൈഡായിരുന്നു.